നല്ല നാടൻ രീതിയിൽ നല്ല നെയ്യുള്ള മത്തി കിട്ടുകയാണെങ്കിൽ ഇങ്ങനെയൊന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോളൂ കേട്ടോ. അപ്പം ഈ ഒരു റെസിപ്പി ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ ഒരു പരന്ന ഒരു ചട്ടി അടുപ്പിലേക്ക് വെച്ചിട്ടുണ്ട്. അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക. വെളിച്ചെണ്ണ ഒന്ന് ചൂടായിക്കോട്ടെ കേട്ടോ. എന്നിട്ട് അതിലേക്ക് ഉലുവയും കടുകും കൂടി ഇട്ട് പൊട്ടിക്കുക. ഉലുവയും കടുകൊക്കെ ഇച്ചിരി മതി കേട്ടോ, ഒരു 1/4 ടീസ്പൂണിലും താഴെ മതി കേട്ടോ. എന്നിട്ട് നന്നായിട്ടൊന്ന് പൊട്ടി വരുന്നത് വരെ വെയിറ്റ് ചെയ്യാം. വെയിറ്റ് ചെയ്തതിന് ശേഷം നമുക്കിതിലേക്ക് എന്താ ചേർത്ത് കൊടുക്കുക, സവാള, പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി, തക്കാളി. ഇതിൻ്റെ വീഡിയോ പോയി എൻ്റെ കയ്യിൽ നിന്ന്. അപ്പോൾ അതുകൊണ്ട് ഇത് നമ്മൾ ആഡ് ചെയ്യുന്ന വീഡിയോ കട്ടായിപ്പോയി. അപ്പോൾ നമ്മൾ ഇതിലിട്ടിരിക്കുന്നത് ഒരു മീഡിയം സൈസ് വലുപ്പത്തിലുള്ള സവാള, 2 പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി ചതച്ചത്, പിന്നെ നല്ല വലുപ്പത്തിലുള്ള ഒരു പഴുത്ത തക്കാളിയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് അതൊക്കെ ജസ്റ്റ് ഒന്ന് വാടി വന്നു കഴിഞ്ഞാൽ അതിലേക്ക് ഒരു 1.5 ടേബിൾ സ്പൂണ് കാശ്മീരി മുളക് പൊടി, 1 ടീസ്പൂണ് മല്ലിപ്പൊടി, പിന്നെ മഞ്ഞൾപ്പൊടി, ഇതൊക്കെ കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് മീഡിയം ഫ്ലെയിമിലും താഴെ വെക്കണമെങ്കിൽ അത്രയും നല്ലത്. കാരണം നമ്മൾ മണ്ണിൻ്റെ ചട്ടി ചൂടായി കഴിഞ്ഞാൽ ഒരേ നല്ല ചൂടാവും. അപ്പോൾ പിന്നെ മീഡിയത്തിൽ വെച്ചിട്ട് ബാക്കിയൊക്കെ ചെയ്താൽ മതിയേ. ഇത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുത്ത് നല്ലത് മൂപ്പിച്ചെടുത്തതിന് ശേഷം നമുക്കിതിലേക്ക് ആവശ്യത്തിന് കുടംപുളിയോ വാളംപുളിയുടെ വെള്ളമോ എന്തൊക്കെ ഒഴിച്ചു കൊടുക്കാം. പുളിക്ക് ആവശ്യമായത് ഒഴിച്ചു കൊടുത്തിട്ട് ഇതിലേക്ക് ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കാം. ഉപ്പും കൂടെ ആയത് ഏകദേശം ഒരു കുഴമ്പ് പരുവത്തിലാവും കേട്ടോ. ആ ഒരു ടൈമിൽ ഇച്ചിരി കൂടെ വെള്ളം ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കാം. ആഡ് ചെയ്ത് കൊടുത്തിട്ട് നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന നല്ല നെയ്യുള്ള മത്തിയാണ് കേട്ടോ, അതുകൊണ്ട് നല്ല ടേസ്റ്റ് ആയിരിക്കും. ഓരോന്നായിട്ട് ഞാൻ കട്ട് ചെയ്തിട്ടൊന്നുമില്ല, മുഴുവനെ തന്നെ ഇട്ട് കൊടുക്കണേന്. അപ്പോൾ ഇട്ട് കൊടുക്കുക. എന്നിട്ട് കുറച്ച് കറിവേപ്പില അതിൻ്റെ മുകളിൽ വെച്ചിട്ട് ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഒന്ന് അടച്ച് വെച്ച് വേവിച്ചെടുക്കാം. കൂടുതൽ വറ്റിക്കേണ്ട, ഇച്ചിരി കറി ഇരുന്നോട്ടെ കേട്ടോ. അപ്പോൾ ഈ ഒരു കറി നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഇതിൻ്റെ ഫീഡ്ബാക്ക് അറിയിക്കാം. ലഞ്ചിൻ്റെ കൂടെ ആയാലും എന്തിൻ്റെ കൂടെ ആയാലും അടിപൊളി ടേസ്റ്റിന്. അപ്പം ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. ഓക്കെ, താങ്ക് യു.